സ്ഥിരതാമസക്കാരിയാണ്. BLOന്റെ വീടിന്റെ തൊട്ട് മുൻപിൽ റോഡിന്റെ അപ്പുറത്ത് തേങ്കുറിശ്ശി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന താമസക്കാരിയാണ്. ഇപ്പോഴും BLO എല്ലാ ദിവസവും എഴുന്നേറ്റുക കാണുന്ന ആളാണ്. BLOയുടെ വീടിന് തൊട്ടടുത്താണ്. അതെ, തിരുവക്കാടാണ് ഈ പ്രദേശം. BLOന്റെ വീട് റോഡിന്റെ ഇപ്പുറത്തും റോഡിന്റെ അപ്പുറം തേങ്കുറിശ്ശി ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഈ പറയുന്ന വോട്ടറുടെ വീട്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണോ ഇവർ വോട്ട് മാറ്റിയത്? നേരത്തെ ഇവിടെ തന്നെയാണോ ചെയ്തത്? നമ്മളിപ്പോഴാണ് അത് പരിശോധിച്ചപ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. ഇവിടെ ഈ കണ്ണാടി പഞ്ചായത്തിൽ വാടക വീടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വാടക വീടുണ്ടാവുന്നുള്ളതല്ല, ഇവരിപ്പോഴും ഇന്ന് രാവിലെയും ഈ തിരുവക്കാടുള്ള വീട്ടിൽ തന്നെയാണ് ഇന്ന് രാവിലെയും താമസം. അവിടെ തന്നെയാണ് ഇവരിപ്പോൾ വണ്ടി കയറി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. BLOയുടെ അയൽവാസിയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിന് പിന്നിൽ എന്ന് സംശയിക്കുന്നുണ്ട്. ഉണ്ട്, അവര് BJPയുടെ നേതാവിന്റെ ഇവിടെ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവിന്റെ വൈഫും കൂടിയാണ്. തേങ്കുറിശ്ശിയിലാണ് അവരുടെ വീട്. അവരുടെ ഭർത്താവ് കണ്ണാടി പഞ്ചായത്തിലെ BJP നേതാവായിട്ടുള്ള രമേശ് എന്ന് പറയുന്ന വ്യക്തിയുടെ വോട്ടും ഈ പട്ടികയിലുണ്ട്. ഇവിടെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അതായത് ഈ സ്ത്രീക്ക് പുറമെ മറ്റൊരു BJP നേതാവായ രമേശൻ എന്ന് പറയുന്ന വോട്ടും ഭർത്താവ് തന്നെയാണ്. അവരുടെ വോട്ടും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അവരെ വോട്ട് ചെയ്യുന്നതിൽ തടസ്സപ്പെടുത്തുകയില്ല. നമ്മൾ തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ള ഈ മണ്ഡലത്തിനകത്ത് പുറത്തുനിന്നുള്ള ഈ മണ്ഡലത്തിലല്ലാത്ത പഞ്ചായത്തുകളിൽ നിന്നും വ്യാപകമായി വോട്ട് ചേർത്ത് അവരെ ഇവിടെ വോട്ട് ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം അവർ നടത്തുന്നുണ്ട്. കോൺഗ്രസിന്റെയും BJPയുടെയും ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് നമ്മൾ തുടക്കം മുതലേ ഇവിടെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസർ വിളിച്ച യോഗത്തിനകത്ത് പങ്കെടുത്തപ്പോഴും BLO ഉണ്ട്, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തതാണ്. അതിനകത്തും BLO വില്ലേജ് ഓഫീസറോട് പറഞ്ഞതാണ് എന്റെ വീടിന്റെ മുൻപിൽ തന്നെയാണ് ഇവരുടെ വീട്. ഓക്കെ, അപ്പോൾ അവരുടെ വോട്ട്, അർജുൻ ഒരു കാര്യം കൂടി അവരോട് ചോദിക്കൂ. അതായത് അവരുടെ വോട്ട് ASD പട്ടികയിലെ ഷിഫ്റ്റ് കാറ്റഗറിയിലേക്ക് മാറും. അവർക്ക് ഇനി പാലക്കാട് മണ്ഡലത്തിൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ രീതിയിൽ ആ വോട്ട് ഷിഫ്റ്റ് കാറ്റഗറിയിലേക്ക് മാറ്റുമെന്നാണ് കളക്ടർ പറഞ്ഞത്. അപ്പോൾ അവരുടെ വോട്ട് ഇനി പാലക്കാട് മണ്ഡലത്തിൽ മാത്രമായിരിക്കും. ഇത്തരത്തിലുണ്ടെങ്കിൽ ഈ ഷിഫ്റ്റ് കാറ്റഗറിയിലേക്ക് അവരുടെ പേര് മാറ്റും എന്നാണല്ലോ നേരത്തെ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അതായത് അവരെ ഇത് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ വില്ലേജ് ഓഫീസിൽ വെച്ച് വിളിച്ച യോഗത്തിനകത്ത് ഇത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അത് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. തഹസീൽദാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് വേണ്ട ക്രമീകരണം നടത്താമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വില്ലേജ് ഓഫീസർ. BLOയും ഉണ്ടായിരുന്നു. BLO ഇപ്പോൾ ഇവിടെയുണ്ട്. ആ BLO നേരിട്ടിപ്പോൾ ഇവിടെ പറയും എവിടെയാണ് വീട് എന്നുള്ളത്. ചലഞ്ച് വോട്ട് രേഖപ്പെടുത്തും ഞങ്ങൾ. BLO ഇതിനകത്ത് തന്നെയുണ്ട്. BLO ഞങ്ങളോടും പറഞ്ഞത് BLOയ്ക്ക് അറിയാം, എനിക്കും അറിയാം. എന്റെ തൊട്ട് അടുത്തുള്ള ഒരു പ്രദേശമാണ്. ഒരു കാര്യം കൂടി അർജുൻ, അദ്ദേഹത്തിന് അവിടെ ആ കണ്ണാടിയിലുള്ള ആളാണത്. ഇപ്പോൾ ചലഞ്ച് ചെയ്തിരിക്കുന്ന ആൾ കണ്ണാടിയിലുള്ള ആളാണ്. അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കൂ. അതായത് ഈ രമേശൻ താമസിക്കുന്നത് കണ്ണാടിയിലല്ലേ? ഈ സ്ത്രീയുടെ ഭർത്താവ് രമേശൻ, ഈ സ്ത്രീയുടെ ഭർത്താവ് രമേശൻ താമസിക്കുന്നത് കണ്ണാടി പഞ്ചായത്തിലാണോ? അതേ വീട്ടിൽ തന്നെയാണ്. തിരുവക്കാടുള്ള തേങ്കുറിശ്ശി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് തന്നെയാണ്. ആ വീട്ടിൽ തന്നെയാണ് അവര്. അപ്പോൾ ആ രണ്ടുപേരുടെ വോട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് വ്യത്യാസമാണ്. അവര് തന്നെ തുറന്നു പറയുന്നു. വ്യത്യാസമല്ല, പഞ്ചായത്ത് വ്യത്യാസമാണ്. നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല. നിലവിൽ ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ അത് വോട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വോട്ട് ചലഞ്ച് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ആ സ്ത്രീ ഇപ്പോൾ വോട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ്. വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഇപ്പോൾ LDF ഇത്തരത്തിൽ വോട്ട് ചലഞ്ച് ചെയ്തുകൊണ്ട് വോട്ട് ചെയ്ത ശേഷം അവരുടെ പ്രതികരണം തേടണം. അർജുൻ പറഞ്ഞ ഒരാൾക്കും അയാളുടെ മക്കൾക്കും തേങ്കുറിശ്ശി പഞ്ചായത്ത് വോട്ടുണ്ട്. CPM ആൾക്കാരല്ലേ, വോട്ടുണ്ടല്ലോ അവിടെ. അതായത് ഇപ്പൊ വോട്ട് ചെയ്യുന്ന ഈ സ്ത്രീ അവര് കണ്ണാടി പഞ്ചായത്തിൽ ആളാണ്, വീടുണ്ട്, എല്ലാ രേഖകളും ഉണ്ട്. പിന്നെന്താ, അവര് വോട്ട് മാറ്റിയതാണോ അർജുൻ കണ്ണാടിയിലേക്ക്, അതായത് പാലക്കാട്ടേക്ക്? വോട്ടുണ്ട്, അവർക്ക് വീടുണ്ട്. കണ്ണാടിയിൽ 4-5 വീടുണ്ട്. പിന്നെന്താ, എല്ലാ രേഖകളും തരാലോ. ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ, പേരുണ്ടെങ്കിൽ ഏതാൾക്കും വോട്ട് ചെയ്യാം. അതിന് തടസ്സം വാദം ഉന്നയിക്കാനുള്ള അവകാശമില്ല. അതാണ് ജില്ലാ കളക്ടർ പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷണറും പറയുന്നത്. ഓക്കെ, ഇപ്പം എന്തായാലും വോട്ട് ചെയ്യാൻ അനുവദിക്കും. ഓക്കെ.
സ്മൃതി, അത്തരത്തിലാണ് ഈ തർക്കം നിലനിൽക്കുന്നത്. തേങ്കുറിശ്ശി പഞ്ചായത്തിലാണ് ഇവരുടെ പൂർണ്ണമായും മേൽവിലാസം. അവർ ഇപ്പോഴും താമസിക്കുന്നത് അവിടെയാണ് എന്നാണ് LDF പ്രവർത്തകർ ഓരോ ബൂത്തിലെയും വോട്ടർമാരുടെ പേരും നമ്പറും ഒക്കെ വാടക വീടുണ്ട്. ഈ പറയുന്ന ഇവർക്ക് ഒരു കാര്യം ചെയ്യാം. അവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവരുടെ വോട്ടർ ID-യിലെ മേൽവിലാസം ഏതാണ് എന്നത് കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് തീർച്ചയായും തേങ്കുറിശ്ശിയിൽ സ്വന്തം വീട്, വാടക വീടുണ്ട് കണ്ണാടിയിൽ എന്ന് പറയുന്നു. ഇത് തന്നെയാണ് പല ആളുകളും അവരുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാടക വീട്, വാടക കൊടുത്ത വീട് എന്നടക്കമുള്ള വിഷയങ്ങളുണ്ട്. നമുക്ക് എന്തായാലും ആ വോട്ടറുടെ പ്രതികരണം അറിയേണ്ടതുണ്ട്. അവരുടെ ID കാർഡിൽ ഏതാണ് സ്ഥലം എന്നുള്ളത്, അതോടൊപ്പം അവരെ ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിലാസം ഏതാണ്. ഈ ASD പട്ടിക ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ ഇതുപോലെ തന്നെ ഒരു ചലഞ്ചിങ് അവേഴ്സ് ആയിരിക്കും അല്ലേ? എന്നാലും പ്രശ്നങ്ങൾ അങ്ങനെ അതൊരു ചെറിയ പ്രശ്നമായിട്ട് കാണേണ്ടത്. പക്ഷേ അത് എല്ലാവരും കൂടി ചേർന്ന് രമ്യമായി പരിഹരിച്ചു. വോട്ട് ചെയ്യാൻ ഉണ്ടാകണമെന്ന് മനസ്സിലാക്കും. അതെ. ഇനി അവർ പുറത്തിറങ്ങുമ്പോൾ അവരുടെ പ്രതികരണം അറിയാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഐഡന്റിറ്റി കാർഡൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ചെറിയൊരു കൺഫ്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെ, രണ്ട് പഞ്ചായത്ത് മാറിപ്പോയി. തേങ്കുറിശ്ശിയാണ്. തേങ്കുറിശ്ശിയിൽ നിന്ന് അവർ പുറത്ത് വന്ന് വോട്ട് ചെയ്തു.